ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും വിവാഹമൊക്കെ കഴിഞ്ഞു. കുറെ വഴക്കുകളൊക്കെ അങ്ങോട്ട് ഒതുങ്ങി അങ്ങ് തീർന്നു. പക്ഷേ ശ്രീകാന്തും വർഷയും തമ്മിലുള്ള വഴക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിനിടയിലായിട്ട് നമ്മുടെ വർഷ ശ്രീകാന്തിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി പോവുകയും രേവതിനെ വിളിക്കുകയും അങ്ങനെ രേവതിയും നമ്മുടെ വർഷയും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വർഷയുടെ നേരത്തെ വിവാഹം ആലോചിച്ച ചെക്കൻ വന്ന് ആസിഡ് ഒഴിക്കാൻ തുടങ്ങുകയും നമ്മുടെ രേവതി എടുത്ത് ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ എറിയുകയും അങ്ങനെ ആ ഒരു കാഴ്ച എല്ലാവരും ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. അത് പിന്നെ നമ്മുടെ രേവതിയുടെ അടുത്ത് മീഡിയക്കാരെല്ലാവരും വന്നു. സച്ചിയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം, സച്ചി തന്നെയാണ്, തന്റെ ഭർത്താവാണ് തന്നെ ഇങ്ങനെ ബോൾഡാക്കി തീർത്തതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് തുടർന്ന് നമുക്ക് കാണാം. അതായത് ഞാനിപ്പോ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ കഥയുടെ ബാലൻസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിനെ സോഷ്യൽ മീഡിയക്കാരൊക്കെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെയാണ്. അപ്പൊ സച്ചിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഏതായാലും സോഷ്യൽ മീഡിയക്കാരൊക്കെ അങ്ങ് പോയിട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാണിക്കുന്നത് പിന്നെ സുധീനെ ശ്രുതിനെയാണ്. ശ്രുതിയും കൂടെ വേഗം ഓടി ചന്ദ്രയുടെ അടുത്തേക്ക് വരിക. എന്തിനാ? പുള്ളിക്കാരനും കൂടെ വിവരം അറിഞ്ഞു, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നമ്മുടെ രേവതി ആണെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അങ്ങനെ വന്ന ഉടനെ തന്നെ അമ്മ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? ആ രേവതി ഒരാളെ കല്ലെടുത്ത് എറിയുകയും ആ വർഷ എന്ന് പറയുന്ന പെണ്ണിനെ രക്ഷിക്കുകയൊക്കെ ചെയ്ത് അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഞാനതൊക്കെ അറിഞ്ഞായിരുന്നു. ചുമ്മാ മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കേമോ ആണെന്ന് അവൾ ഓർക്കണത്. ഞാൻ കുറെ കണ്ടു, കുറെ സോഷ്യൽ മീഡിയക്കാര് അവളുടെ പുറകെ ക്യാമറയൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇതൊക്കെ എത്ര നാണക്കേടുള്ള കാര്യമാണെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പുരുഷന്റെ മേത്ത് കല്ലെടുത്ത് എറിഞ്ഞത് അത്രയ്ക്ക് വലിയ കേമോ ആയിട്ട് കാണുന്നൊരു നാട്ടുകാരും. ഇതൊക്കെ ഇനി കാണേണ്ടി വരുമല്ലോ. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തായിരിക്കും ഇവിടെ കിടന്ന് പൊങ്ങച്ചൊക്കെ കാണിക്കുമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ അമ്മേ, സച്ചിയുടെ കൂടെ കൂടിയ രേവതി ഇങ്ങനെ ആയിപ്പോയത്. സച്ചി ഇങ്ങനെ തന്നെയാണല്ലോ, സച്ചി തന്നെയാണ് അവക്ക് ഇതൊക്കെ പറഞ്ഞും കാണിച്ചുമൊക്കെ കൊടുത്തതെന്നാ അവള് സോഷ്യൽ മീഡിയക്കാരോട് പറഞ്ഞത്. സച്ചി ഇങ്ങനെ ഗുണ്ടായുസത്തിനൊക്കെ നടന്ന് ഇനിയിപ്പം അവര് ഫാമിലി ആയിട്ട് ഗുണ്ടായുസത്തിന് ഇറങ്ങട്ടെ, ഭാര്യയും ഭർത്താവും കൂടി ചേർന്നേ ഒരു കൊട്ടേഷൻ ടീം ഏർപ്പാടാക്കുകയാണെങ്കിൽ കുറച്ച് ചില്ലറ കൈ തടയൂല്ലോ. അതിനൊക്കെ വേണ്ടി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും സച്ചിനും പിന്നെ കാണിക്കുന്നത്. അപ്പൊ രേവതിനെ ആ ഒരു പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് സച്ചി. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ, അതായത് ഈ ഒരു ആസിഡ് ഒഴിക്കുന്ന ആ ഒരു സമയത്ത് കല്ലെടുത്തൊക്കെ എറിഞ്ഞില്ല ആ ഒരു പാർക്കിലെ, അതൊരു പാർക്കിൽ വെച്ചാണ് സംഭവിച്ചത്. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയി സച്ചി. അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് ആ സച്ചി കല്ലെടുത്തിട്ട് പറഞ്ഞു, രേവതി ചോദിച്ചു എന്തിനാ ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നത്? അതെ, ഈ കല്ലങ്ങനെ വെറുതെ കളയാനൊന്നും പറ്റില്ല, ഈ കല്ല് നമ്മൾ സൂക്ഷിച്ചു വെക്കണം, ഈ കല്ലിന് അത്രയും പ്രാധാന്യമുണ്ട്. അല്ല രേവതി, ഈ കല്ലിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ, നീ എങ്ങനെ ഇത് എടുത്തു പൊക്കി എറിഞ്ഞു? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി എന്ന് പറഞ്ഞപ്പം, അതിപ്പോ എന്ത് ചെയ്യാനാ, നമ്മൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴേക്കും നമ്മൾ വെയിറ്റ് ഉണ്ട് അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് നോക്കുകയല്ലേ ഉള്ളൂ. അല്ല നീ ഇതൊന്നും കൂടെ എടുത്തേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ രേവതി എറിഞ്ഞ് കാണിച്ചപ്പോഴത്തേക്കും, നിനക്ക് ഇത്ര ആരോഗ്യം ഉണ്ടായിരുന്നോ? ആരോഗ്യമൊക്കെ ഉണ്ട്, കാരണം കുഞ്ഞുനാള് മുതൽ ഞാൻ പണിയെടുത്ത് നടക്കുന്ന കൈയല്ലേ, പിന്നെ എങ്ങനെ ആരോഗ്യം ഇല്ലാതിരിക്കാം? എന്ത് പണിയാ നീ എടുത്തത്? അല്ല നിനക്ക് പൂകെട്ടലല്ലായിരുന്ന പരിപാടി? പൂ പിടിക്കുന്ന കൈ നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ? പൂ പിടിക്കുന്ന മാത്രം കൈയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ വേറെ എത്ര ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മേസ്തിരിയുടെ കൂടെ കയ്യാളായിട്ട് വരെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു കഥ, അതൊക്കെ പോട്ടെ. ഏതായാലും ഈ കല്ല് നമുക്ക് വേണ്ട, ഇതിവിടെ ഇട്ടേക്കാന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല. സച്ചി പറഞ്ഞു ഈ കല്ല് നമ്മുടെ കയ്യിൽ ഇരിക്കണം, കാരണം ഈ കല്ലല്ലേ നിനക്ക് പ്രശസ്തിയും പെരുമയൊക്കെ നേടിത്തന്നത്, അതുകൊണ്ട് ഈ കല്ല് നമ്മുടെ കയ്യിൽ വേണമെന്നും പറഞ്ഞ്, അതുമല്ല ഈ കല്ലും കൊണ്ടൊരു പ്രയോജനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കല്ലും എടുത്തുകൊണ്ടാണ് സച്ചി രേവതി വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര കുറ്റം പറച്ചിലാണ് നമ്മുടെ രേവതിനെയും സച്ചിനെയും കുറിച്ച് ചന്ദ്രയും മരുമോളും കൂടെ. ഈ കുറ്റം പറയുന്നതൊക്കെ കേൾക്കാതെയാണ് നമ്മുടെ സച്ചി രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ ഇവരെ കാണുമ്പോഴത്തേക്കും കുറ്റം പറിച്ചിട്ട് സ്വാഭാവികമായിട്ട് നിർത്തുമല്ലോ. അങ്ങനെ ഇവരെ കണ്ട ഉടനെ തന്നെ രേവതിയോട് ചന്ദ്ര പറഞ്ഞു, പിന്നെ വരുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നൂല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് സച്ചി ആ കല്ല് കൈയുടെ പുറയിലേക്ക് ഇങ്ങനെ കെട്ടി നിൽക്കുമായിരുന്നു കല്ലും കൊണ്ട്. അപ്പൊ കല്ലിങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തതും
പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പേടിച്ചു പോയേ. ചന്ദ്ര പേടിച്ചു പോയപ്പോഴത്തേക്ക് രേവതിയോട് സച്ചി പറഞ്ഞു, കണ്ടില്ലേ രേവതി, കണ്ടില്ലേ ഈ കല്ലിന്റെ പവറേ, ചില്ലറ പവറല്ല. ഈ കല്ല് എന്ന് നിന്റെ കയ്യിൽ ഇരിക്കണം. അങ്ങനെ ചിലവർക്കൊക്കെ ഇവിടെ പേടി വേണം. അല്ല, എൻ്റെ ബ്യൂട്ടി പാർലർ അമ്മ എന്തിയേ? ബ്യൂട്ടി പാർലർ അമ്മയ്ക്ക് കുറച്ച് ചായ എടുത്താലോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അയ്യോ എനിക്ക് ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട് സച്ചി, പക്ഷെ എനിക്ക് ഇപ്പം വേണ്ട, ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം. അല്ല, രേവതി ഇട്ട് കുടിച്ചാലല്ലേ ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ പൗഡർ ഇടത്തേക്കൊക്കെ ഇറങ്ങത്തുള്ളൂ. പിന്നെ എടാ സുധി, നിനക്ക് വേണോടാ? നിനക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ കൊണ്ടുവരാന്നേ, ഇവളോട് പറഞ്ഞ ഇപ്പം ചായ ഇട്ടൊരു ഓക്കെ ആന്നേ കാര്യങ്ങൾ എന്നൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വേണ്ട സച്ചി വേണ്ട, ഞാൻ ഇട്ട് കൊടുത്തോളാം, എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഇട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചിനെ നോക്കി രേവതി ഒന്ന് ചിരിച്ചു. അപ്പൊ സച്ചി പറഞ്ഞു, കണ്ടില്ലേ രേവതി, നീ എറിഞ്ഞ കല്ലിന്റെ ഒരു പവർ, ഈ പവർ കാണാന് ഇനിയിപ്പം എന്ന് നമുക്ക് ഈ കല്ലിനെ പൊന്നുപോലെ സൂക്ഷിക്കണം, നീ കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. അപ്പൊ അകത്തേക്ക് വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്കും ശ്രുതി ചന്ദ്രയോട് പറഞ്ഞു, അമ്മേ ഇനിയിപ്പോ കൂടുതൽ പോരിനും വഴക്കിനൊന്നും പോകണ്ടാട്ടോ, അവളുടെ തനി സ്വഭാവം വെളിയിൽ വന്നല്ലോ, നമുക്ക് വേറൊന്നുമല്ല, ജീവനാ ഏറ്റവും വലുത്. നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ വാശി വൈരാഗ്യം ഒന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനും കുടിക്കാനും ഉണ്ടെങ്കിൽ അമ്മ ഒന്നെങ്കിൽ എന്നോട് പറ, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നുണ്ടാക്കാം, അല്ലാതെ രേവതിനെ വിളിച്ച് ഇനി ഒരു പാചകമൊന്നും വേണ്ടാട്ടോ, അത് അത്രയ്ക്ക് ശരിയൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓലപ്പാമ്പിനെ കാണിച്ചല്ലേ എന്നെ പേടിപ്പിക്കാൻ പറ്റുന്നത്, ഇതിലൊന്നും ഞാൻ പേടിക്കില്ല എൻ്റെ പൊന്നു ശ്രുതി, ഇതൊക്കെ അവൻ്റെ ഓരോരോ അടവുകളാ, ഇതിൻ്റെ അപ്പുറം അടവുകൾ കണ്ടവളാണ് ഈ ചന്ദ്ര എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചി ഇറങ്ങി വന്നു കേട്ടോ. സച്ചി ഇറങ്ങി വന്ന് എന്തടവാ കണ്ടത്? അല്ല, അടവ് ഇനി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ വരും. അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് രേവതി എന്തെന്ന് ചോദിക്കും. അപ്പൊ സച്ചി പറഞ്ഞു, അവളിവിടെ ഉണ്ടച്ചാ, രേവതിനെ ഇങ്ങ് വിളിച്ചേ. അപ്പൊ രേവതി വന്നിട്ട് എന്താച്ചാ, ഏതായാലും നന്നായിട്ടോ, എനിക്ക് നിന്നെ ഓർത്തിപ്പോ അഭിമാനം തോന്നുക, കാരണം എല്ലാവരും രവീന്ദ്രന്റെ മോളല്ലേ ആ കുട്ടീനെ രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടി ശ്രീകാന്തിന്റെ ഭാര്യയല്ലേ, അതായത് നമ്മുടെ മകന്റെ ഭാര്യ. അതെങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നിങ്ങൾ തമ്മിൽ ഉണ്ടായത് എന്ന് അവിടെ ആ സ്പോട്ടിൽ തന്നെ ശ്രുതിയും ചോദിച്ചു. അതായത് രവീന്ദ്രന് ഒരു ചെറിയ സംശയം തോന്നി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനോട് പറഞ്ഞു, അതെ അച്ഛാ, ഇനി അവരെ എന്തിനാ അച്ഛാ അവരെ വെച്ചോണ്ടിരിക്കുന്നത്? ശ്രീകാന്തിന് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ അച്ഛനോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ, ഇനി നമുക്ക് വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. സച്ചേട്ട സമ്മതിക്ക് സച്ചേട്ട, നമുക്ക് അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം. വെറുതെ എന്തിനാ അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത്, അവരുടെ കുടുംബജീവിതം തകർക്കുന്നത്, അവർ സത്യം പറഞ്ഞാൽ സ്വൈര്യവും സമാധാനവും ഇല്ലാതെ അവൻ ജീവിക്കുന്നത്, അത് ആ കുട്ടീനെയും ബാധിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി, രേവതി മോള് പറയുന്നത് ശരിയാ, കാരണം അവൻ ഏതായാലും ഇവിടുത്തെ നമ്മുടെ മോൻ തന്നെയാ. അവനെ എത്ര നാളെന്ന് പറഞ്ഞോണ്ടാടാ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അങ്ങനെ നിർത്തിയിട്ട് എന്ത് ഉപകാരമാടാ ഉള്ളത്? ഇനിയിപ്പം എനിക്ക് ഏകദേശം കുറെ സമയമൊക്കെ എടുക്കാറായെന്നാ തോന്നുന്നത്. ഈ സമയത്തിനൊക്കെ ഉള്ളിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നതും നിങ്ങളുടെ കൊച്ചുമക്കളെ കാണുന്നതും ഒക്കെ അല്ലേ ഞങ്ങൾക്ക് ചെറിയ സന്തോഷമൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ ഓടി വന്നപ്പോൾ ചന്ദ്രേട്ടൻ പറയുന്നത് ശരിയാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. ഏതായാലും അവരെ കൂട്ടിക്കൊണ്ട് ഉടനെ തന്നെ വരണമെന്ന്. ശ്രുതിക്ക് അത് അത്രയ്ക്ക് പിടിക്കുകയല്ലേ, കാരണം ശ്രുതിക്ക് അറിയാം ഈ പറയുന്ന വർഷ നല്ല പണമുള്ള വീട്ടിലെ പെണ്ണാണെന്നും നമ്മുടെ ചന്ദ്ര നേരെ വർഷയുടെ അടുത്തേക്ക് തിരിയുമെന്നും എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ വർഷ ഇങ്ങനെ മാറി നിൽക്കാം. ഇപ്പം വർഷയല്ല ശ്രുതി വന്ന് പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛനെ ധിക്കരിച്ചു പോയവനെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ച് കയറ്റുന്നത്? അച്ഛനെ ധിക്കരിച്ചു പോയതല്ലേന്ന് ചോദിച്ചപ്പോ സച്ചി വന്നിട്ടോ, അയ്യോ അച്ഛനെ ധിക്കരിച്ചു പോകാത്ത ഒരുത്തനാണല്ലോ ഇവിടെ നിൽക്കുന്നത്. എടാ, നീ വേദനിപ്പിച്ച അത്ര ഒന്നും അച്ഛനെ ശ്രീകാന്ത് വേദനിപ്പിച്ചിട്ടില്ലടാ. എടാ, നീ വേദനിപ്പിച്ച് എൻ്റെ അച്ഛൻ്റെ ചങ്കിലെ ചോര ഊറ്റി കുടിച്ചോണ്ടല്ലേടാ നീ പോയത്. നീ പോയപ്പം 50 ലക്ഷം രൂപ കൊണ്ടുപോയില്ലേടാ. എൻ്റെ അച്ഛന് എത്ര വർഷം കിടന്ന് അധ്വാനിച്ച പൈസയാണെന്ന് നിനക്കറിയാലോ. അത് പോരാഞ്ഞിട്ട് അവൻ എല്ലാവരെയും നല്ല രീതിയിൽ കല്യാണവും ക്ഷണിച്ച് ഒരു പെണ്ണിന്റെ കണ്ണീരും വീഴ്ത്തിയിട്ടല്ലേടാ നീ പോയത്. അതിൽ കൂടുതൽ വിഷമമൊന്നും ഇല്ല കേട്ടോ ശ്രീകാന്ത് കാണിച്ചതിനെന്ന് സച്ചി തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് രേവതിക്ക് ഒരു ആശ്വാസം ആയത് കേട്ടോ. അപ്പൊ രേവതിക്ക് മനസ്സിലായി, ഇനിയിപ്പോ സച്ചി സമ്മതിച്ചു, രവീന്ദ്രൻ സമ്മതിച്ചു, ഇനിയിപ്പോൾ കൊണ്ടുവരാമല്ലോ ശ്രീകാന്തിനെയും വർഷേനെയും. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്കും വലിയ സന്തോഷമാണ്. ചന്ദ്രയ്ക്ക് നമ്മുടെ ശ്രീകാന്തിനെ വലിയ ഇഷ്ടം തന്നെയാണ്. അപ്പൊ ഇതേ സമയം കാണിക്കുന്ന വർഷയുടെ അച്ഛനെയും അമ്മേനെയാണ്. അപ്പൊ വർഷയാണെങ്കിൽ മകളെ കാണാനൊക്കെ പോയായിരുന്നു കേട്ടോ. നമ്മുടെ ചന്ദ്ര ഉണ്ടായിരുന്നു,
മകളെ കാണാൻ പോയ ആ സമയത്ത് വർഷയുടെ ശ്രീകാന്തിന്റെ അടുത്ത് ചന്ദ്ര ഇടയ്ക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്നപ്പോ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ വർഷയുടെ അമ്മ പറയുക, എന്ത് ചെയ്യാനാ ഏട്ടാ, ഞാനവിടെ പോയപ്പോ ആ തള്ളയുടെ മുമ്പിൽ ഞാൻ ചൂള് നിൽക്കുകയായിരുന്നു. നമ്മുടെ അടുത്തൊക്കെ കുനിഞ്ഞു നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന, മുഖത്ത് നോക്കി പോലും സംസാരിക്കില്ലായിരുന്നു. നേരെ നിന്ന് എന്നെ ഒന്ന് പേര് പോലും വിളിക്കാൻ അവർക്ക് ഞാൻ അവസരം കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് മാന്യതയായിട്ടല്ലേ നമ്മൾ ഈ ഒരു ഇതിൽ നടന്നതല്ലേ. എന്നിട്ട് ഇപ്പം അവൾ എൻ്റെ മുമ്പിൽ വന്നു നിന്ന് ബന്ധുക്കാരിയാണ് പോലും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാലിന്ന് തരിച്ചു കയറി. നമ്മളുമായിട്ട് ബന്ധം കൂടാനുള്ള എന്ത് യോഗ്യത അവരുള്ളത്. ആ സച്ചി എന്ന് പറയുന്നവൻ്റെ അടുത്തേക്കാണല്ലോ എൻ്റെ മോളെ പറഞ്ഞു വിടുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് കലി വരിക. പക്ഷെ ഞാൻ പറഞ്ഞു വിടുന്നതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഏട്ടൻ കൂട്ടിക്കോ. നീ എന്താടി പറയുന്നത്? 10-26 വർഷം നോക്കി വളർത്തിയിട്ട് അവള് അതൊന്നും വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോയതല്ലേ. പിന്നെ എന്തിനാടി നീ അവളെ തേടി പോകുന്നത്? അവളെ തേടി ഞാൻ പോകുന്നതല്ല, അവള് നമ്മളെ തേടി വരും. അതിനുള്ള വഴി തന്നെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. ഒരു മരുമകനെ കിട്ടിയാൽ കഴിക്കുവോ? ഇല്ലല്ലോ. ഏതായാലും അവൾ ഇനി വേറെ വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ മരുമകനെയും മകളെയും മാത്രം മതി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ നിന്ന് അവനെ പിരിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം. ഈ വീട്ടിന്റെ മരുമകനായിട്ട് തന്നെ അവൻ ജീവിക്കണം. അവർ ജീവിക്കണം. ആ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുകയോ അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് മേടിക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ മോള് നമ്മുടെ അടുത്തിരിക്കും, മരുമകൻ വരച്ച വരയിലും നിൽക്കും. പിന്നെ നിങ്ങൾക്ക് പ്രായമായിട്ടൊക്കെ വരികയല്ലേ, നമുക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ, അത് നിങ്ങൾ മറക്കരുത്. നമുക്കും വേണ്ട ആരെങ്കിലും തുണയൊക്കെ. അപ്പൊ പിന്നെ ഒരു മോനെ കിട്ടിയാൽ കഴിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അയാളും ആലോചിച്ചപ്പോൾ ശരി, ആഹാ എനിക്ക് പിന്നെ കൊള്ളാലോ, നീ എന്തെങ്കിലും വെച്ചാൽ ചെയ്യടി, എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഇതൊന്നും അറിയില്ല, അതുകൊണ്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ, ലാസ്റ്റ് കുരുക്കിൽ ചെന്ന് വീഴാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. ഇതേ സമയം ആയിക്കോട്ടെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയും തന്നെയാണ്. അങ്ങനെ രേവതി എറിഞ്ഞ ആ കല്ല് കൊണ്ടുവന്ന് സച്ചി ഒരു ഷോർട്ട് കേസിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു മാലയൊക്കെ കെട്ടി ഇതിട്ട് കൊടുത്തപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, ഇതെന്താ സച്ചേട്ടാ ഈ കാണിക്കുന്നത്? ഇതെന്തിന്റെ മാലയൊക്കെ ഈ കല്ലിനിട്ട് കൊടുക്കുന്നത്? അത് പിന്നെ ഇത് അത്ര പ്രധാനപ്പെട്ട കല്ലല്ലേ. സത്യം പറഞ്ഞാലേ നമ്മുടെ അഭിമാനം കാത്ത നിനക്ക് പേരും പ്രശസ്തിയും നേടിത്തന്ന ഈ ഒരു കല്ല് സത്യം പറഞ്ഞ ദൈവം തന്നെയാ. അതുകൊണ്ട് എത്ര ദൈവങ്ങളെ മാലയിട്ട് പൂജിക്കുന്നു, പേര് വിളിച്ച് പൂജിക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ കല്ല് ദൈവമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇത് കാണുമ്പം എല്ലാവർക്കും ഒരു ചെറിയ ഭയവും തോന്നണം, നിന്നോട് ബഹുമാനവും തോന്നണം, നിന്നോട് വഴക്ക് കൂടാൻ വരാനും പാടില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ ട്രിക്കാക്കി ഇതിവിടെ വെച്ചേക്ക, ഇതിവിടെ ഇരിക്കട്ടെ, ഇത് നമ്മുടെ ദൈവം തന്നെയാണെന്ന് അങ്ങ് കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചേട്ടൻ എന്തൊക്കെ വട്ടായി വിളിച്ച് പറയുന്നത്? കല്ല് വെച്ചിട്ട് പൂജിക്കുകയോ? ഇതൊക്കെ വല്ല നടക്കണ കേസാണോ? ഇത് വല്ല അമ്പലം വല്ലതാണോ? ഇതൊക്കെ വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞപ്പോൾ എന്ത് ദോഷം? നമ്മൾ ഇതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. നിനക്ക് കിട്ടിയ ഒരു ട്രോഫി, അത് നമ്മൾ ഷോർട്ട് കേസ് വെക്കില്ല, അതുപോലെ നിനക്ക് കിട്ടിയ ഒരു ട്രോഫി ആയിട്ട് നീ ഇത് കണ്ടാൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ, ഇത് വേണോ ഇവിടെ? ഈ വീട്ടിലെ ഈ കല്ലിന്റെ ഒരു കുറവുണ്ട് രേവതി, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നീ നോക്കുകയോ മൈൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഇത് കാണുമ്പം ചിലവർക്ക് പേടി ഉണ്ടാകണം, ഭയങ്കരമായ പേടി, വിറയ്ക്കണം. നിന്നോട് ഇനി കയർത്ത് സംസാരിക്കാനോ നിന്നെ ഈ വീട്ടിലിരുത്തി പണിയെടുപ്പിക്കാനോ അവർക്ക് മനസ്സ് തോന്നുകയില്ല. അതുകൊണ്ടാണ് ഇതിവിടെ വെച്ചേക്കുന്നതെന്ന് പറയാം. അങ്ങനെ നമ്മുടെ രേവതിക്ക് വേണ്ടി അങ്ങനെ ഒരു വലിയ ത്യാഗം നമ്മുടെ സച്ച് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി ശ്രീകാന്തും വർഷയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും സൂപ്പർ ഹിറ്റ് ആകും വിശേഷം. അതൊക്കെ നമുക്ക് പതുക്കെ കാണാം അല്ലേ. എല്ലാവരും കാത്തിരിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വൈകിട്ട് നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും നാളത്തെ പ്രമോയുമായിട്ട് വരുന്നതായിരിക്കും. ഇന്നലെ വരാൻ പറ്റിയില്ല, ഓണമൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണവും എൻ്റെ വീട്ടിലൊക്കെ പോയിരിക്കായിരുന്നു. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ചെന്ന് കുറച്ച് ആഘോഷമൊക്കെ നടത്തിയിട്ട് വന്നതിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് നമ്മളിവിടെ വീട്ടിലെത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റൊക്കെ ആയിപ്പോയി. അതാണ് നമുക്ക് ഇന്നലെ രാത്രി 8 മണിക്ക് പ്രമോ ഇടാൻ പറ്റാത്തത്. അപ്പം കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിന്നു പ്രമോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് ഉറപ്പായിട്ടും ഞാൻ പ്രമോ ഇടുന്നതായിരിക്കും. 8 മണിക്ക് ഇന്ന് ഉറപ്പായിട്ടും ഞാൻ പ്രമോ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.